നമസ്കാരം. എഡുലോൾഡ് വിത്ത് എഐയുടെ പുതിയൊരു എക്സ്പ്ലെയിനറിലേക്ക് സ്വാഗതം. പരീക്ഷാകാലമെന്ന് കേൾക്കുമ്പോഴേ പലർക്കും നല്ല ടെൻഷനാണല്ലേ? ആ ഒരു പേടിയും സ്ട്രെസ്സും എങ്ങനെ പൂർണ്ണമായും ഇല്ലാതാക്കാം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സത്യത്തില് പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നെഞ്ചിടിപ്പ് കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പേടിക്കേണ്ട, അതൊക്കെ തികച്ചും സ്വാഭാവികമാണ്. ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ എക്സാം ഫിയർ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റിയെടുക്കാം. അതിനായി വെറുതെ ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുന്നതിന് പകരം വളരെ സ്മാർട്ടായിട്ടുള്ള ചില തന്ത്രങ്ങൾ ചിട്ടയായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നോ? നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആവശ്യമായ ഊർജം നൽകുക എന്നതാണ്. പലരുടെയും വിചാരം രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടുമെന്നാണ്. അതൊരു വലിയ തെറ്റിദ്ധാരണയാണ് കേട്ടോ. പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മ നിൽക്കണമെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഉറക്കം അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കാനും ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ പഠിക്കുന്നതിനിടയിൽ ചെറിയ ഇടവേളകൾ എടുക്കുന്നതും മെഡിറ്റേഷൻ ചെയ്യുന്നതും മനസ്സിന് നല്ല ഉന്മേഷം നൽകും. ഇനി അടുത്തതായി നിങ്ങളുടെ പഠനമുറി എങ്ങനെ ഒരുക്കണം എന്ന് നോക്കാം. നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം എപ്പോഴും നല്ല വെളിച്ചമുള്ളതും ശാന്തമായ ഒരിടമായിരിക്കാൻ ശ്രദ്ധിക്കണം. പഠിക്കാൻ മാത്രമായിട്ട് അങ്ങനെ ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തുന്നത് നിങ്ങളുടെ ഏകാഗ്രത ഇരട്ടിയാക്കാൻ സഹായിക്കും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക എന്നതാണ്. പരീക്ഷയ്ക്ക് തൊട്ടുമുമ്പ് പഠിച്ചു തുടങ്ങാതെ കുറച്ചു നേരത്തെ തന്നെ തുടങ്ങുക. ഓരോ വിഷയത്തിനും കൃത്യമായ സമയം നീക്കിവെക്കണം. വലിയ പാഠങ്ങളൊക്കെ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റി പഠിച്ചാൽ കാര്യങ്ങൾ വളരെ എളുപ്പമാകും. ഇനി നമ്മൾ എങ്ങനെയാണ് സജീവമായി പഠിക്കേണ്ടത്, അഥവാ ആക്റ്റീവ് ലേണിംഗ് ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പുസ്തകം തുറന്നുവെച്ച് വെറുതെ വായിച്ചു പോകുന്നതിനു പകരം പഠിക്കുന്ന കാര്യങ്ങൾ സ്വന്തമായി ചുരുക്കി എഴുതാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൂട്ടുകാർക്ക് പറഞ്ഞുകൊടുക്കുന്നതും വളരെ നല്ലൊരു രീതിയാണ്. പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ഷോർട്ട് നോട്ട്സുകളും ഫ്ലാഷ് കാർഡുകളും തയ്യാറാക്കി വെക്കാവുന്നതാണ്. കൂടാതെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളും മോഡൽ പരീക്ഷകളും ചെയ്തു നോക്കുന്നത് പരീക്ഷാ ഹാളിൽ നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടും. പഠിക്കുന്നതിനിടയിൽ എന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ അത് ചോദിക്കാൻ ഒരിക്കലും മടി കാണിക്കരുത്. കൂട്ടുകാരുമൊത്തുള്ള ഗ്രൂപ്പ് സ്റ്റഡി പുതിയ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമ്മളെ ഒരുപാട് സഹായിക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ പരീക്ഷാ ദിവസം വന്നെത്തിയെന്ന് വിചാരിക്കാം. അന്ന് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? പരീക്ഷാ ദിവസത്തെ ടെൻഷനും പരിഭ്രമവും ഒഴിവാക്കാനായി നിങ്ങൾക്കാവശ്യമുള്ള പേന, ഹാൾ ടിക്കറ്റ് തുടങ്ങിയ സാധനങ്ങളൊക്കെ തലേദിവസം തന്നെ എടുത്തുവെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നോ? മറ്റു വിദ്യാർത്ഥികളുമായി നിങ്ങളെ ഒരിക്കലും താരതമ്യം ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടേതു മാത്രമാണ്. നിങ്ങളിൽ മാത്രം വിശ്വസിക്കുക. അപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങളുടെ പരീക്ഷാ പേടിയെ പൂർണ്ണമായും ഒരു എക്സാം ഫോക്കസാക്കി മാറ്റാൻ ഇപ്പോൾ നിങ്ങൾ തയ്യാറല്ലേ? ഈ കാര്യങ്ങളൊക്കെയൊന്ന് പരീക്ഷിച്ചു നോക്കൂ. തീർച്ചയായും വലിയ മാറ്റമുണ്ടാകും. എല്ലാവർക്കും മികച്ച വിജയാശംസകൾ. ഈ എക്സ്പ്ലെയിനർ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്.